കാഞ്ഞിരപ്പള്ളി തുമ്പമടയിൽ ഗ്ലാസ് ഹൗസിന്റെ ഗോഡൌണിൽ വൻ തീപിടുത്തം. 1 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടമുണ്ടായതായിട്ടാണ് പ്രാഥമിക വിലയിരുത്തൽ. ഈ വെള്ളത്തെ തീരത്തില്ല. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് കാഞ്ഞിരപ്പള്ളി കുരിശുകവലയിൽ പ്രവർത്തിക്കുന്ന മുണ്ടമറ്റം ഗ്ലാസ് ഹൗസിന്റെ തുമ്പമടയിലുള്ള ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടായത്. 1 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായി ഉടമ അറിയിച്ചു. ഗ്ലാസ്, പ്ലൈവുഡ് എന്നിവ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിലാണ് തീ പിടിച്ചത്. വലിയ ശബ്ദത്തോടെ തീ ആളിപ്പറന്നത് അയൽവാസികളുടെ ശ്രദ്ധയിലാണ് ആദ്യം പെടുന്നത്. ഇവർ ബഹളം വെച്ചതോടെ ആളുകൾ ഓടിക്കൂടുകയും തീയണയ്ക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ തീ ആളിപ്പറന്നതോടെ പ്രദേശവാസികൾ നിസ്സഹായരായി. ഇതിനിടെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും വെള്ളം തീർന്നതോടെ വീണ്ടും തീ പടരുവാൻ തുടങ്ങി. തുടർന്ന് ഈരാറ്റുപേട്ട, പാല, പാമ്പാടി എന്നിവിടങ്ങളിൽ നിന്നും കൂടി ഫയർഫോഴ്സ് എത്തിയാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചത്. തീപിടുത്തമുണ്ടായ ഗോഡൌണിനോട് ചേർന്നാണ് ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കുടുംബസമേതം താമസിച്ചിരുന്നത്. ഇവർ തീ പടർന്നറിഞ്ഞ് ഓടി മാറിയതിനാൽ വൻ ദുരിതം ഒഴിവായി. KCB അധികാരികൾ സ്ഥലത്തെത്തി പ്രദേശത്തെ വൈദ്യുതി ബന്ധമടക്കം വിച്ഛേദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തീപിടുത്തമുണ്ടായ ഗോഡൌണിലേക്ക് 2 ലോഡ് പ്ലൈവുഡും ഗ്ലാസും എത്തിച്ചത്. ഇതും നഷ്ടത്തിന്റെ തോത് വർദ്ധിക്കുവാൻ കാരണമായി. വെള്ളത്തിന്റെ കഴിഞ്ഞു അത് വെള്ളം നിൽക്കുന്നു. അടുത്തോട് ടീം റിപ്പോർട്ടേഴ്സ്, കാഞ്ഞിരപ്പള്ളി.